ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. പേരൂർക്കട പോലീസ് ക്ലബ്ബിലാണ് ചോദ്യം ചെയ്യൽ. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്ന ഉപാധികളോടെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. മനീഷ് മഹിപാലുണ്ട്. മനീഷ് മഹിപാൽ, എപ്പോഴാണ് രാഹുൽ ചോദ്യം ചെയ്യലിനായി ഈ പോലീസ് ക്ലബ്ബിലേക്ക് എത്തുന്നത്? ഇത് ആദ്യത്തെ ബലാത്സംഗ കേസിലെ ചോദ്യം ചെയ്യലല്ലേ ഇപ്പോൾ നടക്കുന്നത്? അതിലെ ജാമ്യ ഉത്തരവിലെ ഉപാധിയാണ് എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്നുള്ളത്, അല്ലേ? അതെ അരുൺകുമാർ, ആദ്യത്തെ ലൈംഗിക പീഡന കേസിൽ ഇതുവരെയും അന്വേഷണ സംഘത്തിന് മുൻപിൽ, അല്ലെങ്കിൽ ഈ കേസിൽ ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് സാങ്കേതികമായി അന്വേഷണ സംഘത്തിന് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഈ കേസിൽ തന്നെ മുൻകൂർ ജാമ്യ നേരത്തെ തന്നെ ഹൈക്കോടതി കർശന ഉപാധികളോടെ നൽകിയിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്വേഷണ സംഘത്തിന് ബലാത്സംഗം നടത്തുകയും ഒപ്പം തന്നെ ഗർഭചിത്രം നടത്താൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളടക്കം ശേഖരിക്കേണ്ടതുണ്ട്. ഇതിൽ ഗർഭചിത്രത്തിലുള്ള മരുന്നുകളടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്തു എന്നതിൻ്റെ തെളിവുകൾ ഇപ്പോഴും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത്തരം കാര്യങ്ങളിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇതിൽ ജാമ്യ വ്യവസ്ഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലൈംഗിക ശേഷി അടക്കമുള്ള പരിശോധനകളുണ്ട്. ഒപ്പം തന്നെ ഈ കേസിൽ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഫോൺ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാക്കിയിട്ടില്ല. ഫോൺ വിദഗ്ധമായിട്ടുള്ള ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ നിലവിൽ ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ കൂടിയായിട്ടുള്ള പൂങ്കുഴികളുടെ നേതൃത്വത്തിലുള്ള സംഘം അത് അന്വേഷിക്കും. ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രത്തോളം സഹകരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. രാഹുൽ അവിടെ ചോദ്യം ചെയ്യലിന് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ്.